attendance. Then നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ളത് A to J ആണല്ലേ. A to J വരെയാണ് നമ്മൾ പഠിച്ചത്. Yes, A to J ആണ് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ളത്. So ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നന്നായിട്ട് A and അതിന്റെ ഓരോന്നിന്റെയും വേർഡ്സ് അല്ലേ. എന്താണ് എയിൽ വരുന്ന വേർഡ്സ് ഏതൊക്കെയാണ്? That means A for apple ന്റെ പിക്ചർ തന്നിട്ടുണ്ടെങ്കിൽ ഏത് ലെറ്ററിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആപ്പിൾ എന്നാണ് തന്നിട്ടുള്ളതെങ്കിൽ ഏത് ലെറ്ററിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നൊക്കെയാണ് എക്സാമിന് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അല്ലെങ്കിൽ പിക്ചേഴ്സ് ഐഡന്റിഫൈ ചെയ്യാനൊക്കെ ആയിരിക്കും. മുഹമ്മദ് ദയാനെ, ദയാൻ ടോയ്സ് ഒക്കെ മാറ്റി വെച്ചേ. ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ നമ്മൾ ടോയ്സ് ഒന്നും എടുക്കാൻ പാടില്ല കേട്ടോ. നല്ല മോനായിട്ട് ശ്രദ്ധിച്ചിരിക്കണേ. ഫസ്റ്റ് നമ്മൾ പഠിച്ചിട്ടുള്ള ലെറ്റേഴ്സ് A ആണ്. A and B, small letter and capital letter A. In your textbook there is only small letter A. Then we already studied how to write capital letters. Okay, small letters മാത്രമാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളത്. പക്ഷെ അതിന്റെ കൂടെ തന്നെ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? ക്യാപിറ്റൽ ലെറ്റേഴ്സ് കൂടെ പഠിച്ചിട്ടുണ്ട്. So first letter is A in alphabet. First letter is A, and we know how to write capital and small letter A. Then look at your textbook. Read the letters, name the pictures, and your first letter is A, and there is also some words given starting with the A. Which are the words starting with A? How many words are there? There are 4 words given starting with the A. Which are the words done there? Can you say some words starting with the A? Done there. Yeah, A for apple, arrow, and F. Yes, A for apple, arrow, and axe. So 4 words are given. So look at the picture also. Okay, first picture is first picture is apple. So look at this picture. This is apple, and നിങ്ങളുടെ എക്സാമിന് ആപ്പിളിന്റെ പിക്ചർ ആണ് തന്നിട്ടുള്ളത് എങ്കിൽ ഐഡന്റിഫൈ ദ പിക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ചിത്രത്തിനെ ഐഡന്റിഫൈ ചെയ്യാണ് വേണ്ടത് അല്ലേ. അതെന്തായിരിക്കും? ആപ്പിൾ ആയിരിക്കും. ഓപ്ഷൻസ് കുറെ ഉണ്ടാവും. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിരിക്കും അല്ലെ. ചില ലെറ്റേഴ്സ് മിസ്സിംഗ് ആയിരിക്കും. അതിൽ മിസ്സായ ലെറ്റേഴ്സ് കൗണ്ട് ചെയ്യാനും ഉണ്ടാവും. സോ സ്പെല്ലിംഗ് കൂടെ വായിക്കുന്ന കൂടെ ഒന്ന് നോക്കാം ഏതൊക്കെയാണ് ആപ്പിളിന്റെ സ്പെല്ലിംഗ്, ഏതൊക്കെ ലെറ്റേഴ്സ് ആണ് ആപ്പിളിൽ വരുന്നത്. സോ first one is A for apple, arrow, and axe. Okay, apple, arrow, and axe. ഇതിൽ ഏത് പിക്ചേഴ്സ് വേണമെങ്കിലും വരാം അല്ലെ. ആക്സിന്റെ പിക്ചർ തന്നിട്ട് ഐഡന്റിഫൈ ദ പിക്ചർ എന്ന് പറയാമല്ലേ. അപ്പൊ എന്ത് ചെയ്യണം? ഓപ്ഷൻസും ഉണ്ടാവും ചിലപ്പോ. ആൻഡ്, ആരോ, ആപ്പിൾ, ആക്സ് എന്ന് തന്നാല് ഏത് പിക്ചർ ആണ് എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം അല്ലെ. ഏത് പിക്ചർ ആയിരിക്കും? ആക്സ് ആണ്. അപ്പൊ ആക്സ് എന്നുള്ള അതിലാണ് നമ്മൾ ടിക്ക് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് ലെറ്റർ ഈസ് എ. ദെൻ ഗൂഗിൾ ഫോം ആയതുകൊണ്ട് നിങ്ങൾക്ക് ലെറ്റേഴ്സ് എഴുതാനൊന്നും ഉണ്ടാവില്ല, അറിയാലോ അല്ലെ. അപ്പൊ ഇപ്പൊ ഫസ്റ്റ് പീരിയോഡിക് എക്സാം ഗൂഗിൾ ഫോമിലാണ്. പക്ഷെ ഫസ്റ്റ് സെമസ്റ്റർ എക്സാം ചിലപ്പോ ഗൂഗിൾ ഫോം ആകണമെന്നില്ല. സൂമിൽ തന്നെ ആയിരിക്കും. സൂമിൽ ജോയിൻ ചെയ്തിട്ട് സൂമിൽ തന്നെ എഴുതുന്ന ടൈപ്പ് ആയിരിക്കും മിക്കവാറും ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസ് ഒക്കെ ഉണ്ടാവുക. ഇപ്പോഴേ നന്നായി പഠിച്ചാലേ സെമസ്റ്റർ എക്സാംസ് ഒക്കെ നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഫസ്റ്റ് ലെറ്റർ ഈസ് എ, ആൻഡ് ഓൾസോ സ്റ്റഡി ദ വേർഡ് സ്റ്റാർട്ടിംഗ് വിത്ത് എ. എ എന്നുള്ള ഫസ്റ്റ് ലെറ്റർ പഠിക്കുക. ഫസ്റ്റ് എയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സും ഏതൊക്കെയാണ് എന്ന് പഠിക്കണം കേട്ടോ. Therefore, which are the words starting with A, Janaki? How many words are there starting with A? For apple, arrow, and axe. Okay. A for apple, arrow, and axe. Then next letter is B. Next alphabet is
B. And how many words are there? Which are the words starting with B? Muhammad Marwan. ഏതൊക്കെ വേർഡ്സ് ആണ് ബിയിൽ തുടങ്ങുന്ന വേർഡ്സ് ഉള്ളത്? Batch, ball, Okay, B for balloon, balloon, okay, bird, batch, ball, boy. Okay, fine. Bird, bat, balloon, ball, boy. Okay. Starting with the letter B, the words are bird, bat, balloon, ball, boy. And this is the small letter B is given here. Okay. It is the small letter B. So there are also some words starting with the B are bird, bat, balloon, ball, boy. Okay. Letter A is the first. A is first letter. So there are some words starting A are apple, arrow, and axe. Then next letter is B. Next letter is B. So bird, bat, balloon, ball, boy are some letters starting with B. There are lots of letters are there starting with B. Here is only giving some letters starting with B. Okay. ഒരുപാട് letters ഉണ്ടല്ലേ ബിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന. ഇവിടെ എന്താണ് കുറച്ച് letters മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന കുറച്ച് letters മാത്രം ഇവിടെ കൊടുത്തിട്ടുള്ളത്. Bird, bat, balloon, ball, boy. Naomi, listen here. Okay, don't talk. Then എഴുതി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ അല്ലേ? How to write A and B is given here. And ഇവിടെ നന്നായി എഴുതി നിങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും. എല്ലാവരും ചെയ്തിട്ടുണ്ട്. അത് സെൻഡ് ചെയ്ത് തന്നിട്ടുമുണ്ട്. Then next letter is C. A, B, and the third letter is C. Okay. And here is small letter C. This is small letter C. And there is also some words starting with the C. Which are the words? Which are the words? Manav Shaiju, can you please read the words starting with C? Okay. Cat, cup, carrot, cake, cat. Okay. There are some words with the C are cap, cup, carrot, cake, cat. Okay. Some words starting with the C. Cap, cup, carrot, cake, cat. And also studied how to identify the picture. And this is cake, cap, cup. ഇങ്ങനെ പിക്ചേഴ്സ് തന്നാൽ എന്താണ് ഇത് കേക്ക് ആണ് അല്ലെങ്കിൽ ഇത് കപ്പാണ് എന്ന് കൂടെ ഐഡന്റിഫൈ ചെയ്യണം കേട്ടോ. Then D for the next letter is D. A, B, C, and the fourth letter is D. Okay, നാലാമത്തെ ലെറ്റർ ഏതാണ്? D ആണല്ലേ. Then A, B, C, and D. And which are the words starting with the D, Nishan? Okay, read the words. D for drum. D for dog. Okay. D for Dog. yes. D for drum, dog, duck. D for drum. And this is drum and a dog, duck. Three pictures. Drum, dog, duck. Is starting with yes, capital letters. ഇപ്പൊ നിങ്ങൾക്ക് എക്സാമിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. സ്മോൾ ലെറ്റേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. സ്മോൾ ലെറ്റേഴ്സ് ആണ് ഐഡന്റിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ മിസ്സിംഗ് ലെറ്റേഴ്സ് ആയിട്ട് കൊടുത്തിട്ടുള്ളതോ സ്മോൾ ലെറ്റേഴ്സ് തന്നെയാണ്. അപ്പൊ എന്ത് ചെയ്യാ, ടെക്സ്റ്റ് നന്നായി വായിച്ചിട്ട് സ്മോൾ ലെറ്റേഴ്സ് കണ്ടാലും കൗണ്ട് ചെയ്യാൻ കൂടെ പഠിക്കുക കേട്ടോ. ഏത് ലെറ്റർ ആണ് അത്
സ്മോൾ ലെറ്റർ ആണോ ക്യാപിറ്റൽ ലെറ്റർ ആണോ എന്നൊക്കെ കൗണ്ട് ചെയ്യാനും പഠിക്കുക. ഇപ്പൊ എക്സാമില് കൊടുത്തിട്ടുള്ളത് സ്മോൾ ലെറ്റേഴ്സ് മാത്രമാണ്. Then A, B, C and D. പഠിക്കുമ്പോ എന്ത് ചെയ്യാ? സ്പെല്ലിംഗ് കൂടെ പഠിക്കുക. A പഠിക്കുകയാണെങ്കിൽ ആപ്പിൾ എന്നുള്ളതിന്റെ സ്പെല്ലിംഗ് എന്താണ്? ആപ്പിളിന്റെ സ്പെല്ലിംഗ് ആർക്കാ പറയാൻ അറിയാം? നാമി എന്താണ് മോളെ ആപ്പിൾ എന്നുള്ളതിന്റെ സ്പെല്ലിംഗ് അറിയോ? എന്താണ്? ആപ്പിൾ. എന്താണ്? A ആരാ പറയാ? A P P L E ആപ്പിൾ. ഓക്കെ, ആപ്പിൾ. A P P L E ആപ്പിൾ. സോ എക്സാമിൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ വരികയാണ് എന്ന് വിചാരിക്കുക. fill in the blanks. So find the missing letter എന്ന് പറഞ്ഞിട്ട് ദാ ഇങ്ങനെ തന്നിട്ട് ഇങ്ങനെ ഒരു വേർഡ് വരികയാണ്, find the missing letter. And which is the missing letter from this? Who can say which is the missing letter? ഈ വേർഡിൽ മിസ്സിംഗ് ആയിട്ടുള്ള ലെറ്റർ ഏതാണ്? ഓപ്ഷൻസ് കൂടെ ആഡ് ചെയ്യാം. ഓപ്ഷൻ നമ്പർ 1 D, number 2 B, C, C, and last one is A. Which is the missing letter from this? ഏതാണ് ഇതിൽ മിസ്സിംഗ് ആയിട്ടുള്ള ലെറ്റർ? Which word is this? And Rehan, which is the missing letter? ഏതാണ് Rehan ഇതിൽ മിസ്സിംഗ് ആയിട്ടുള്ള ലെറ്റർ? A. So this is, so ഇങ്ങനെ 4 ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഇതിൽ നമ്മൾ ഏതാ ടിക്ക് ചെയ്യേണ്ടത്? A ആണ് അവിടെ മിസ്സിംഗ് ആയിട്ടുള്ള ലെറ്റർ അല്ലേ? സോ A ആണ്. ARROW ആരോ എന്നാണല്ലേ ഇത്. സോ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവുക. ആരോ. നെക്സ്റ്റ് വൺ ബിയിലുള്ള ഏതെങ്കിലും ഒരു ലെറ്റർ ആണ് എന്ന് കരുതുക. Then ഇങ്ങനെ ഒരു വേർഡ് അവിടെ തന്നിട്ടുണ്ട്. അതില് ആദ്യത്തെ ഒരു വേർഡ്, ഒരു ലെറ്റർ മിസ്സിംഗ് ആണ്. ആദ്യത്തെ ഒരു ലെറ്റർ മിസ്സിംഗ് ആണ് അല്ലെ? എന്നിട്ട് അതിന് ഓപ്ഷൻസും ഉണ്ട്. C, F, A, the last one എന്താണ്? B. ഇങ്ങനെ കുറച്ച് ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതിൽ ഏതായിരിക്കും മിസ്സിംഗ് ലെറ്റർ? Which one is the missing letter from this? Afia, which is the missing letter? Question കേട്ടില്ലേ? So look here. ഇങ്ങനെ ഒരു വേർഡ് തന്നിട്ടുണ്ട്. ALL and question എന്താണ്? Find the missing letter or fill in the blanks. Find the missing letter എന്നാണ് ഓപ്ഷൻ ഉള്ളത്, ക്വസ്റ്റ്യൻ ഉള്ളത്. അപ്പൊ ഇതിൽ ഏതായിരിക്കും? B. അപ്പൊ ഏതാ വേർഡ്? Which word is this? Boy. Ball. Okay. B. ആർക്കാണ് കേൾക്കാത്തെ? So B. BALL ball. അപ്പൊ ഇതിൽ ഏതാണ് ഓപ്ഷൻ എന്ന് വെച്ചാൽ അതാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഇതിലിപ്പോ B ആണ് കറക്റ്റ് അല്ലേ? അപ്പൊ ബിയിൽ ക്ലിക്ക് ചെയ്യാം. സോ അങ്ങനെയാണ് എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പൊ മിസ്സിംഗ് ലെറ്റേഴ്സ് ഒക്കെ ഉണ്ട് എക്സാമിന്. അപ്പൊ വേർഡ്സ് വായിക്കുന്ന കൂട്ടത്തില് അതിന്റെ സ്പെല്ലിംഗ് കൂടെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് നോക്കുക കേട്ടോ. ഒന്ന് നോക്കിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് അപ്പൊ തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും ഒരു വേർഡ് കാണുമ്പോൾ. സോ നന്നായിട്ട് ആലോചിച്ചിട്ട് കറക്റ്റ് ആൻസർ തന്നെ പിക്ക് ചെയ്യുകയും ചെയ്യാം. മുഴുവൻ മാർക്ക് എല്ലാവരും സ്കോർ ചെയ്യണം. ചെയ്യില്ലേ? ഇതുവരെ കഴിഞ്ഞ എക്സാംസിനൊക്കെ ഫുൾ മാർക്സ് ഉണ്ടോ? ഉണ്ട് അല്ലേ? കുറെ പേർക്കൊക്കെ ഉണ്ട്. ഓക്കെ. So A, B, C and D. The next letter is
E. E. Take the page number 116. E and F. A, B, C, D, and the book letter is E. There are some words given starting with E. Syed, could you please read that word? E for elephant. E for engine. Okay. E for egg. Okay. E for elephant, engine, egg. ഇവിടെ ഇയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സ് ആ കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെയുണ്ട്? എലഫന്റ്, എൻജിൻ, എഗ്. 3 വേർഡ്സ് ആ ഉള്ളത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള വേർഡ്സേ നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടാവുള്ളൂ കേട്ടോ. ബിയോണ്ട് ദ ടെക്സ്റ്റ് ഒരു വേർഡ്സും ഉണ്ടാവില്ല. ഇപ്പൊ ജസ്റ്റ് നിങ്ങൾ പഠിച്ചിട്ടുള്ള വേർഡ്സ് ലെറ്റേഴ്സ് മാത്രമേ ഈ പീരിയോഡിക് എക്സാമിൽ വന്നിട്ടുള്ളൂ. സോ എലഫന്റിന്റെ പിക്ചർ തന്നിട്ട് ഐഡന്റിഫൈ ദ പിക്ചർ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഇറ്റ് ഈസ് എലിഫന്റ്. സോ അതിനാണ് പിക്ചേഴ്സ് കൂടെ നന്നായിട്ട് നോക്കാൻ വേണ്ടി പറയുന്നത്. എലിഫന്റ്, എൻജിൻ, എഗ്. ദീസ് ആർ ദ വേർഡ്സ് സ്റ്റാർട്ടിംഗ് വിത്ത് ലെറ്റർ ഇ. ഇയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന കുറച്ച് വേർഡ്സ് ആണല്ലേ ഇത്. എലിഫന്റ്, എൻജിൻ, എഗ് ആർ ദ വേർഡ്സ് സ്റ്റാർട്ടിംഗ് വിത്ത് ഇ. The next one, which is the next letter? F. F is the next letter. Okay. A, B, C, D, E, F. Then Janaki, could you please read that word? ഒന്ന് വായിച്ച് എഫിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സ് ഏതൊക്കെയാണ്? Flower, flower, frog, fish, fun. Okay. Flower, frog, fish, fan are the words starting with F. So this is small letter F and some words starting with letter F. Flower, frog, fish, fan. Then missing letters in the questions വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന് ഒന്ന് നോക്കുക. ഇപ്പോ നിഷാൻ വരയ്ക്കരുത് മിസ്സിന്റെ വൈറ്റ് ബോർഡില്. സോ FLO dash FLOW dash R. One letter is missing from this. And which is the missing letter? നമ്മൾ ഓൾറെഡി ജെ വരെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ളതിൽ ഒരു ലെറ്റർ ആണ് ഇതിൽ മിസ് ആയിട്ടുള്ളത്. അത് ഏത് ലെറ്റർ ആണ്? Which is the missing letter, Harshal? Which is the missing letter from this? E. Okay, E. E. We already studied how which is the E. So from this word, E is missing. FLOWER. So E ആണ് അവിടെ മിസ് ആയിട്ടുള്ളത്. അപ്പൊ ഇതിൽ ടിക്ക് ചെയ്യേണ്ടത് ഏതാണ്? E. ഇങ്ങനെ മിസ്സിംഗ് ലെറ്റേഴ്സ് ഇങ്ങനെയും വരാം കേട്ടോ. സ്റ്റാർട്ട് ചെയ്യുന്ന ലെറ്റേഴ്സ് തന്നെ വേണമെന്നില്ല, അതിന്റെ ഇടയിൽ വരുന്ന ലെറ്റേഴ്സും ഇതുപോലെ മിസ്സിംഗ് ലെറ്റർ ആയിട്ട് വരാം അല്ലേ. സോ FLOWER, ഫ്ലവർ. സോ നന്നായിട്ട് സ്പെല്ലിങ് നോക്കുക. Then next is G and H, page number 20. G and H.
ജിയും എച്ചുമാണ് അടുത്ത ലെറ്റേഴ്സ് അല്ലെ. ഏതൊക്കെ പഠിച്ചു? എ, ബി, സി, ഡി, ഇ, എഫ്, ജി, എച്ച്. ജി, എച്ച് ആണ് നെക്സ്റ്റ് ലെറ്റർ ഉള്ളത് അല്ലെ. Then G stands for G for Fatima M. Could you please read the words? G. G for God, G for girl, G for gate, G for them. Okay. G for God, girl, gate, gum. Okay. G for God, girl, gate, gum. Three words are തന്നിട്ടുള്ളത് അല്ലേ. G for എന്താണ്? Got ഉണ്ട്. GOAT, God. അപ്പൊ മിസ്സിംഗ് ലെറ്റേഴ്സ് വരുന്നതുകൊണ്ട് എന്ത് ചെയ്യാ? സ്പെല്ലിംഗ് നന്നായിട്ട് നോക്കുക. ഇതില് G നമ്മൾ പഠിച്ച ലെറ്റർ ആണ്. എയും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ GO സ്പേസ് T എന്ന് തന്നാല് അതിൽ ഏത് ലെറ്റർ ആണ് മിസ്സിംഗ്? എ ആണ് അല്ലെ. GOAT ആണ് ഗോട്ട്. അപ്പൊ GO സ്പേസ് T എന്നാണ് ക്വസ്റ്റ്യൻ ഉള്ളതെങ്കിൽ which is the missing letter? A is the missing letter from this. So God, girl, gate, gum. Okay. God, girl, gate, gum. Three words ആണ് G യിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. And next is H. Nihal, could you please read that words starting with the H? Sorry, horse, house, hen. Horse, house, hen. Okay. Horse. Where is Nihara? Nihal, where's Nihara? Okay. Then horse, house, hen. Horse means kudira, le. Kudira. House, വീട്, our home. Then hen. Hen means കോഴി അല്ലെ. കോഴിയും കുതിരയും ഹൗസും അല്ലെ. Horse, house, hen. So ഇതിലും മിസ്സിംഗ് ലെറ്റേഴ്സ് എന്ത് വരാം? H space N എന്നാണെങ്കിൽ എന്താണ്? E ആണ് അതിലെ മിസ്സിംഗ് ലെറ്റർ. ദാറ്റ് മീൻസ് hen. HEN. നിങ്ങൾ പഠിച്ചിട്ടുള്ള ലെറ്റേഴ്സേ ഇത് എന്താണ് മിസ്സിംഗ് ലെറ്റർ ആയിട്ടും കൊടുത്തിട്ടുള്ളൂ കേട്ടോ. So H, horse, house, hen. And the next letter is I and J. ഇത്രയുമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലെ. ഇത്രയും ലെറ്റേഴ്സ് ആണ് നമ്മൾ പഠിച്ചത്. I and J. ലാസ്റ്റ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തത് ഇവിടെയാണ്. And Mohammed Sayan, okay. Read the letters starting with I. Read the word starting with I. I for inkpot. I for igloo and ink pot. Igloo, ink pot. Igloo എന്താണ്? Igloo is the house made by the cube snow. അല്ലേ? മഞ്ഞ് കഷ്ണങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള വീടാണ് എന്ത്? Igloo. Igloo and ink pot. Igloo, ink pot. I ല് വരുന്ന വേർഡ്സ് ആണ് അല്ലേ. Igloo, ink pot, ice cream. അങ്ങനെ കുറെ വേർഡ്സ് ഉണ്ട്. എന്നാലും രണ്ട് വേർഡ്സേ തന്നിട്ടുള്ളൂ. Igloo and ink pot. Then next is J. Then Hania. Jacket, jelly, jeans, jug. Okay, J for jacket, jelly, jug, and jeans. Jacket, jelly, jug, and jeans are the words starting with the J. So, ഇത്രയും വേർഡ്സും ഇത്രയും ലെറ്റേഴ്സും അതിന്റെ വേർഡ്സും ആണ് പഠിക്കേണ്ടത് എക്സാമിന്. വേറെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല. നമ്മൾ ലെറ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുള്ളേ ഉള്ളൂ. സോ അതുകൊണ്ട് ഇത്രയും ലെറ്റേഴ്സ് വരുന്ന ക്വസ്റ്റ്യൻസേ ആഡ് ചെയ്തിട്ടുള്ളൂ. സോ എത്ര ലെറ്റേഴ്സ് ആണ് നമ്മൾ ഇതുവരെ പഠിച്ചത് മോളെ ഗായത്രി? എവിടെ വരെയാണ് നമ്മൾ പഠിച്ചത് ഇതുവരെ?
A B C D J. എവിടെ വരെയാണ്? A B കണ്ടിന്യൂസ് J വരെ പറയൂ. പറ. A B C D E F G H I J. ഓക്കെ, ഈ J വരെ ലെറ്റേഴ്സ് പറയാനും മുഴുവൻ പേരും പഠിക്കണം കേട്ടോ. നമ്മള് ലെറ്റേഴ്സ് എഴുതാൻ മാത്രം പഠിച്ചാ പോരാ, എന്ത് ചെയ്യണം? പറയാനും കൂടെ പഠിക്കണം അല്ലേ? എവിടെ വരെയാണ് നമ്മൾ പഠിച്ചത് മോനെ സായം? Can you please say A to J? Sayak. A C D E A B C D E F G H Okay, A B C D E F G H I J. ഇത്രയും ലെറ്റേഴ്സ് നമ്മൾ പഠിച്ചു അല്ലേ? ഏതൊക്കെയാണ് റിഷാൻ? റിഷാൻ സ്റ്റക്കാണെന്ന് തോന്നുന്നു. റിഷാൻ റിഷാൻ അൺമ്യൂട്ട് ചെയ്തേ. ലെറ്റേഴ്സ് ആൽഫബറ്റ്സ് നമ്മൾ ഇതുവരെ എത്ര ആൽഫബറ്റ്സ് പഠിച്ചു? D E F G H I J. ഓക്കെ, ജെ വരെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ? എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ. എക്സാം കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ ഇതിന്റെ ബാക്കി ലെറ്റേഴ്സ് പഠിക്കും. സോ നമ്മുടെ ക്ലാസ് ഇപ്പോ വൈൻഡപ്പ് ചെയ്യാണ്. എക്സാമിന്റെ ടൈം ആവുമ്പോഴേ എന്ത് ചെയ്യാ? നന്നായിട്ട് അതുവരെ പഠിക്കുക. 3 മണി വരെ നന്നായിട്ട് പഠിച്ച് 3:15 ആവുമ്പോ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. എല്ലാവരും മുഴുവൻ മാർക്കും സ്കോർ ചെയ്യണം കേട്ടോ. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ഫസ്റ്റ് പീരിയോഡിക് എക്സാം ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. 3:15 വീണ്ടും സൂമിൽ ജോയിൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ടാണ് എക്സാം ഉണ്ടാവുക കേട്ടോ. ജസ്റ്റ് ഒരു 5 minutes ജോയിൻ ചെയ്തിട്ട് പ്രസന്റ് ഇടുക. സോ let me wind up today's class and all the best. See you in the next class. Tata, bye bye.